ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിയാലിറ്റി മീഡിയ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഷഹബാസിൻ്റെ വാർത്തകൾ തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. ആ വാർത്ത കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സ് വിങ്ങുകയാണ്. ഇപ്പോൾ ഷഹബാസിൻ്റെയും അവനെ കൊന്നവരുടെയും പുതിയ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ വോയിസ് ക്ലിപ്പുകൾ ഒന്ന് കേട്ടു നോക്ക്. എൻ്റെ ആരോ തച്ചാങ്ങി തിരിച്ചല്ലോ തല്ലേ, ഞങ്ങൾ അവനെ തല്ലും, ഇന്നിട്ടൊന്ന് കൊല്ലി ബാക്കി ഇന്നിടാണ് അവനെ തല്ലുന്ന് പറഞ്ഞാൽ തല്ലു, ഉറപ്പങ്ങൾ നേരെ വന്നാൽ തല്ലു. എല്ലാവരും വലിയ ചേച്ചീന് ഇനി ഇതാ അവിടെ പോയിട്ടോറങ്ങാനെ കൊണ്ടാവും. എല്ലാ ഡയലോഗ് അവൻ്റെ നമ്പർ ഞാനല്ലേ വിളിക്കുക, എന്നിട്ട് ഞങ്ങൾ ആട്ടുതരാം. ഈ നമ്പർ കിട്ടുന്നുണ്ട് ഞാട്ടോ. നീ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു, ഇവിടെ എന്നെ അറിയുന്ന എല്ലാവരും പറഞ്ഞു ഇങ്ങനെ റൂൾ എനിക്ക് പേടിയാണ്. എന്നിട്ടാണ് ഞങ്ങളാരും കാണുന്നത്. ഞങ്ങൾ ഇത്ര നേരം ജുമത്ത് പമ്പിളുണ്ടായിരുന്നു മറ്റേ ജാവറിൻ്റെ അടുത്തല്ലേ. അന്നപ്പോൾ നിങ്ങൾ മെഞ്ഞാന്നും വന്ന് ഞങ്ങൾ ആദ്യം നിങ്ങളെ വെച്ച് ഇന്നും വന്ന് എന്നിട്ട് നിങ്ങളാരും നിങ്ങളിപ്പോൾ ഇറങ്ങിക്കോടി, നിങ്ങൾ എപ്പോഴാണ് അങ്ങ് കൂടുന്ന വെച്ചാൽ പറഞ്ഞു. ഞങ്ങൾ അന്നപ്പോൾ വരാം. വേറെ സാധനം എനിക്ക് കാണിച്ചിട്ട് ഇങ്ങോട്ടേട്ടോ വാ, എനിക്ക് വേറെ പുതിയ സാധനം കാണിച്ചു തരാം. എന്നോട് അതിനാരോ കാണിച്ചു കൊടുക്കാം, ഇനി കാണിച്ചു കൊടുക്കാണ്ട് എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞു ഇനി ഡയലോഗ് അടിച്ചില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തേത്തുന്നുള്ള ഒന്നും നടക്കുന്നില്ലായിരുന്നിട്ട് ഞങ്ങൾ വരാം, നിങ്ങൾ വരും, എടുക്ക്. ഇനി വരണമെന്നില്ല, വരൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒന്ന് എടുക്ക്. വരെയല്ലോ ഞങ്ങൾ എന്തോരാ ചകാത്ത് കഴിഞ്ഞ് ഇങ്ങനെ വരാറിഞ്ഞ് ഇനി വരാണ്ട് ഞങ്ങൾ എന്താക്കാനാ? ദാടിന്ന് എനിക്ക് പേടിയാണ്. ആ വോയിസിൽ ഷഹബാസും അവരോട് ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ കുട്ടികൾ ഇത്രയധികം വൈരാഗ്യത്തിലേക്ക് പോയതാണ് ഈ കൊലപാതകം വരെ എത്തിയത്. ഇപ്പോൾ പല ആളുകളും ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലാത്ത ആ കുഞ്ഞനുജൻ ഷഹബാസിന്റെ പേരിൽ കുറ്റം ചുമത്തുന്നുണ്ട്. അത് എങ്ങനെയെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനി നമ്മൾക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് അവന്റെ കൊലപാതകർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നത് മാത്രമാണ്. അതോടൊപ്പം ഷഹബാസിന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ വീഡിയോ കാണുന്ന ആരും ആ മരിച്ചുപോയ കുട്ടിയെ ഇനിയും ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.